നമുക്കിന്ന് ബാലമേലെ സൂത്രനിഷേധൻ്റെയും മറ്റൊരു കഥ കേട്ടാലോ? സൂത്ര, ശരു, നിന്നെ ഞാൻ കാണാനിരിക്കായിരുന്നു. ഇന്നലെ ആ കോഴി തിന്നാൻ വന്നപ്പോൾ നീ എന്നെ കൂട്ടാതെ ഓടിയല്ലേ? നീയല്ലേ ആദ്യം ഓടിയത്? അല്ല, നീയാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മ, സൂത്ര എന്നെ കടിച്ചു. ശരി, എന്നെ ഉന്തിയത് കൊണ്ടാ. ഞാൻ ഇനി സൂത്രനോട് മിണ്ടില്ല. ഞാനും മിണ്ടൂല. മക്കളെ, ഇനി ഇങ്ങനെ ഉടക്കരുത്. ശരിക്കുള്ള സൂത്രം ശരിയും വലിയ കൂട്ടുകാരാ. വേഗം രണ്ടുപേരും കൂട്ടുകുടിക്കോ? പറ്റൂല. നമുക്കിത് വേണം. ഏ ഏതോ കുറുക്കൻ്റെയും കടുവയുടെയും കഥ കേട്ട് ആ പേര് സ്വന്തം പിള്ളേർക്കിട്ടത് നീയല്ലേ? സൂത്ര എന്ന പേര് കേട്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു അവൻ തരികിട. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരുടെ വഴക്ക് തീർക്കാൻ നോക്ക്. എനിക്കൊന്നും വയ്യ. വഴക്ക് തീർത്തും ഞാൻ മടുത്തു. ഒരു കാര്യം ചെയ്യാം. ഇവരുടെ വഴക്ക് സ്ഥിരമായിട്ട് തീർക്കാൻ ഒരാളെ ഏർപ്പാടാക്കാം. ആരാ? ഒരു പാർട്ടിയുണ്ട്, പഴയൊരു മാഷ. മൂപ്പരെ പിള്ളേരെ ഉപദേശിച്ച് ശരിയാക്കിക്കോളും. അത് മതി. കുറെ കാലമായല്ലോ തന്നെ കണ്ടിട്ട്. നമ്മുടെ സൂത്രനും ശരിനെ അടുപ്പിക്കണം. ഇനി ഒരിക്കലും അവർ വിട്ടുപിരിയരുത്. അതിന് എട്ടുകാരി മാഷ സഹായം വേണം. താൻ ധൈര്യമായിട്ട് പൊക്കോ, ഞാനേറ്റു. മാഷ് എല്ലാം ശരിയാക്കി തരാമെന്ന് നിന്നു. രക്ഷപ്പെട്ടു. എല്ലാം പുഴുമുത്തപ്പൻ്റെ അനുഗ്രഹം. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അവരിനി പിരിയില്ല, ഒരുമിച്ചേ നടക്കൂ. ഹോ, മാഷ് എപ്പോഴേ പണി പറ്റിച്ചു. കടിക്കും ഞാൻ, ഞെക്കും ഞാൻ. മാഷേ, എല്ലാം ശരിയാക്കിന്ന് പറഞ്ഞിട്ട് ദേ ഇവര് പിന്നെയും തുടങ്ങി. ഇവരേതാ? ഞാൻ പറഞ്ഞത് ശരിക്കുള്ള സൂത്രനെ ചെയ്യുന്ന കാര്യമാ. സൂത്ര, ആരാ നമ്മളെ കൂട്ടിക്കിട്ടിയത്? ഒന്ന് ഉറങ്ങിയപ്പോഴേക്കും എട്ടുകാലി വന്ന് വല കെട്ടി. സൂത്രനെ ശരിനെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹോ, മാഷ് എപ്പോഴും പണി പറ്റിച്ചു.